മഹാവിസ്മയമാണ് തഞ്ചാവൂരിലെ ക്ഷേത്രത്തിൽ സംഭവിച്ചത്. തഞ്ചാവൂർ ക്ഷേത്രം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രം വളരെ പേരുകേട്ട ക്ഷേത്രമാണ്. ഒരുപാട് കൊത്തുപണികളാൽ നിർമ്മിച്ചിരിക്കുന്ന ക്ഷേത്രമാണ്. നമുക്കൊരു മനസ്സിന് റിലാക്സേഷൻ ഒക്കെ ചെന്നിരിക്കാൻ പറ്റുന്ന അത്രത്തോളം വൈവിധ്യങ്ങളുള്ള നല്ല അറ്റ്മോസ്ഫിയറുള്ള ഒരു ക്ഷേത്രമാണ്. പോയവർക്കൊക്കെ അറിയാം, ഞാനവിടെ പോയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറേ സമയം നമുക്ക് ഇങ്ങനെ മനസ്സ് റിലാക്സ് ചെയ്തിരിക്കാൻ കഴിയും ആ ക്ഷേത്രത്തിൽ. അവിടെ ഹൈന്ദവ വിശ്വാസികൾ മാത്രമല്ല ആ ക്ഷേത്രത്തിൽ വരുന്നത്, നാനാജാതി വിഭാഗത്തിൽപ്പെട്ട ഈ ടൂറിസ്റ്റ് ആളുകളൊക്കെ പോകുന്ന പലരും അവിടെയൊക്കെ സന്ദർശിക്കാറുണ്ട്. അതൊരു ദൈവത്തെ തൊഴുക എന്നുള്ള രീതിയിലല്ല പോകുന്നത്. പക്ഷെ എങ്കിൽ പോലും ആ ക്ഷേത്രത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഭംഗി കാണാൻ വല്ലാത്തൊരു ചന്തമാണ്. ഇങ്ങനെ നിറഞ്ഞു നിൽക്കും അതിൻ്റെ ആ പരിസര പ്രദേശങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഒരു മഹാവിസ്മയം എന്നാണ് പലരും ആ ക്ഷേത്രത്തെ പറയുന്നത്. ഒറ്റക്കല്ലിൽ തീർത്ത ഭീമൻ നന്ദിയെയും വണങ്ങി നേരെ പടവുകൾ ഇറങ്ങി ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പോയി തച്ചൻ്റെ മാന്ത്രിക വിരൽ കൊണ്ട് കൊത്തുപണികളാലുള്ള കൽത്തൂണുകൾക്കിടയിലൂടെ നടന്നു നീങ്ങിയാൽ മുന്നിൽ തെളിയും ഏറ്റവും വലിയ ശിവലിംഗം. 13 അടി ഉയരമുള്ള പ്രതിഷ്ഠയായ ശിവലിംഗം തുടങ്ങി കമാനങ്ങളിലെ ചില ഭിത്തികൾ വരെ ഒറ്റക്കല്ലിൽ നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത്. 1000 ആനകളെയും 5000 കുതിരകളെയും 1,30,000 പടയാളികളെയും 1.3 ലക്ഷം ടൺ കരിങ്കല്ലുകളും ഉപയോഗിച്ച് വർഷങ്ങൾ കൊണ്ട് പൂർത്തിയാക്കിയ ക്ഷേത്രമാണ് ഇതെന്നാണ് ചരിത്രം. രാത്രിയിൽ സ്വർണം പോലെ തിളങ്ങുന്ന രാജ്യത്തെ ഏറ്റവും വലിപ്പമുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നായ പെരിയ കോവിൽ, ബൃഹദീശ്വര അല്ലെങ്കിൽ പെരിയ കോവിൽ എന്നൊക്കെയാണ് അതിനറിയപ്പെടുന്നത്. കാണാൻ ഓരോ ദിവസവും ആയിരങ്ങളാണ് എത്തുന്നത്. ഈ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ആരാധന മാത്രമല്ല, ചരിത്ര പ്രാധാന്യം കൊണ്ട് കൂടിയാണ് ഈ ക്ഷേത്രം വലിയ ശ്രദ്ധ ആകർഷിക്കുന്നത്. ക്ഷേത്ര ഗോപുരത്തിനകത്ത് കയറിയാൽ ചോള സാമ്രാജ്യത്തിന്റെ വീര ഇതിഹാസ കഥകളാൽ കാതിൽ അത് ഇങ്ങനെ മുഴങ്ങി കേൾക്കും. ഒരു ക്ഷേത്രത്തെ 1000 കൊല്ലം ഇങ്ങനെ നിർത്തിയ ശില്പികളെയും അവരുടെ കണക്കുകളെയും നമിക്കേണ്ടി വരും. കാലത്തെ അതിജീവിച്ച് ഒരു അത്ഭുതമായി നിൽക്കുന്ന തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രം യുനെസ്കോയുടെ ലോക പൈതൃക സ്മാരക പട്ടികയിലും ഇടം പിടിച്ചിട്ടുണ്ട്. ഈ ബൃഹദീശ്വര ക്ഷേത്രം അല്ലെങ്കിൽ തഞ്ചാവൂരിലെ പെരിയ കോവിലിനെയൊക്കെ കുറിച്ച് ഇത്ര കാര്യമായിട്ടൊക്കെ പറയുന്നത് ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ളതാണല്ലോ എന്ന് പലരും ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും. പക്ഷെ പറയാൻ ഒരു കാരണമുണ്ട്. ആ കാരണത്തിൻ്റെ തുടക്കം ആദ്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞായിരുന്നു. കാരണം ഇത് വിശ്വാസികൾ മാത്രം വരുന്ന ക്ഷേത്രമല്ല, ഒരു ചരിത്ര പ്രാധാന്യം ഉള്ളത് കൊണ്ട് ആരാധനാലയമായി മാത്രമല്ല പല ടൂറിസ്റ്റുകൾക്ക് അത് കാണാനുള്ള ഭംഗിയുടെ കൂടി കാര്യത്തിൽ വരും. ഈ ന്യൂസുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് ആങ്കർ അവിടെ ഒരു ഏപ്രിൽ 4-ാം തീയതി ഈ തഞ്ചാവൂർ ക്ഷേത്രത്തിൽ പോകുന്നു. ഇപ്പോൾ നമ്മൾ പല ക്ഷേത്രങ്ങളിലും പ്രാർത്ഥിക്കാൻ നമ്മുടെ കാര്യസാധ്യത്തിനൊക്കെ പോകുന്നത് പോലെ അല്ല തഞ്ചാവൂരിൽ പോകുന്നത്, പോയവർക്കറിയാം. അപ്പോൾ ആ ക്ഷേത്രത്തിൽ പോകുന്നു. പലപ്പോഴും തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളൊക്കെ നമുക്ക് വല്ലാത്തൊരു അനുഭൂതിയാണ് സമ്മാനിക്കുന്നത്. അവിടുത്തെ ക്ഷേത്രങ്ങളിലെ കൊത്തുപണികളും ഒക്കെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ വല്ലാത്തൊരു അത്ഭുതമാണ്. കുറേ സമയം നമുക്ക് അവിടെ ഇരുന്ന് സമയം ചെലവഴിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു അനുഭൂതി ഉണ്ടാകും. ശ്രീരംഗം എന്ന് പറയുന്നൊരു അമ്പലമുണ്ട് തമിഴ്നാട്ടിൽ, തൃച്ചിനാപ്പള്ളിയിലാണെന്ന് തോന്നുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അവിടെ വൈഷ്ണവ പ്രതിഷ്ഠയാണ്. അപ്പോൾ അവിടത്തെ കൽപ്പണികളും കൊത്തുപണികളും ഞാൻ വർഷം തോറും പോകുന്ന ഒരു ക്ഷേത്രമാണ്. അപ്പോൾ അവിടുത്തെ ഭംഗിയൊക്കെ കണ്ടാൽ വല്ലാത്ത നമുക്കൊരു മനസ്സിനൊരു സമാധാനം തോന്നും. പ്രത്യേകിച്ച് നമ്മൾ ഏതെങ്കിലും കേസിലൊക്കെ പെട്ട് പ്രതിയായി നിൽക്കുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ കുറ്റപത്രത്തിൽ പ്രതിയായി വരുമ്പോഴോ 10 കൊല്ലം തടവ് ശിക്ഷയൊക്കെ വരുമ്പോഴോ ഒക്കെ ഈ ഓടിച്ചെന്ന് ഒന്ന് മനസ്സമാധാനത്തിന് വേണ്ടി ഈ ക്ഷേത്രങ്ങളിൽ പോകാമെന്ന് കാണിച്ചു തരികയാണ് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളും പിണറായി വിജയൻ്റെ ഭാര്യയും. അപ്പോൾ ഈ ന്യൂസിലെ ഈ അവതാരക ക്ഷേത്രത്തിൽ പോകുന്നു. ഏപ്രിൽ 4-ാം തീയതി ഈ ക്ഷേത്രം സന്ദർശിച്ചിട്ട് പുറത്തിറങ്ങുമ്പോഴാണ് അപൂർവമായ, അതായത് ക്ഷേത്രത്തിലും അപൂർവമായ ഒരു കാഴ്ച അവിടെ കാണുന്നത്. ഇപ്പോൾ ക്ഷേത്രത്തിൽ ആർക്ക് വേണമെങ്കിലും വരാം, ഏത് നിരീശ്വരവാദികൾക്കും ഏത് വിശ്വാസികൾക്കും ഏത് അന്ധവിശ്വാസികൾക്കും ക്ഷേത്രത്തിൽ വരാം. അത് വലിയ കാര്യമൊന്നുമുള്ള കാര്യമല്ല. പ്രാർത്ഥനയ്ക്ക് വരുന്നവരുണ്ട്, മനസമാധാനം കിട്ടാൻ വരുന്നവരുണ്ട്, അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വരുന്നവരുണ്ട്. അപ്പോൾ ഈ അവതാരക നോക്കിയപ്പോൾ പിണറായി വിജയൻ്റെ മകളും ഭാര്യയും, അതും ക്ഷേത്രത്തിൻ്റെ ശിവലിംഗം, ആ ശിവലിംഗ പ്രതിഷ്ഠയുടെ അവിടെ നിന്ന് തൊഴുത് കുറിയൊക്കെ തൊട്ട് താഴേക്ക് ഇറങ്ങി വരുന്നു.
ഈ ഏപ്രിൽ 3-ാം തീയതിയാണ് SFIയുടെ കുറ്റപത്രം വരുന്നത്. അതായത് വീണ വിജയൻ പ്രതിയാണെന്നും 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കേണ്ട കുറ്റമാണെന്നും 1.72 കോടി രൂപയല്ല 2,70,00,000 രൂപയാണ് വീണ വിജയൻ ഒരു സേവനവും ചെയ്യാതെ ശശിധരൻ കർത്തയിൽ നിന്ന് വാങ്ങിയതെന്നും എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ അത്ര സുതാര്യമല്ല എന്നും കൃത്യമായി വീണ വിജയന്റെ പങ്ക് വെളിവാകുന്ന തരത്തിൽ, അതായത് സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വെളിവാകുന്ന തരത്തിൽ കാര്യങ്ങൾ ഉണ്ട് എന്നും SFIയുടെ കുറ്റപത്രം വന്നത്. സ്വാഭാവികമായിട്ടും ദൈവത്തിനെ അല്ലാതെ സ്വന്തം അച്ഛൻ പിണറായിയെ വിളിച്ചാൽ പോലും വീണ രക്ഷപ്പെടില്ല. അപ്പോൾ വീണയ്ക്ക് മനസ്സിലായി ഇനി ദൈവമേ ഉള്ളൂ ഏകമാർഗം. കേരളത്തിൽ ഏതെങ്കിലും ക്ഷേത്രത്തിൽ ധൈര്യമായി പോയി തൊഴാൻ പറ്റൂ. ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ കണ്ണിൽ എണ്ണ ഒഴിച്ചിരിക്കുകയാണ് വീണ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ കേരളത്തിലെ ക്ഷേത്രങ്ങളിലൊന്നും പോകാൻ പറ്റില്ല. അങ്ങനെ നോക്കി കണ്ടുപിടിച്ച് തഞ്ചാവൂരാകുമ്പോൾ തന്നെ വലുതായിട്ട് ആർക്കും അറിയില്ല. അതുകൊണ്ട് അവിടെയും ഈ അകമ്പടിയൊക്കെ ഉണ്ടായിരുന്നു. പോലീസിന്റെ അകമ്പടിയും കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകളും ഭാര്യയും വരുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകേണ്ട പ്രോട്ടോകോൾ അല്ലെങ്കിൽ അവരെ സംരക്ഷിക്കേണ്ട ചുമതലയൊക്കെ സർക്കാരിനുണ്ടല്ലോ. അപ്പോൾ അവിടെയും പോലീസിന്റെ അകമ്പടി ഉണ്ടായിരുന്നു. വീണ വിജയനെ ഇതൊക്കെ കാണിക്കാനായിട്ടൊക്കെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. വീണ ഫോട്ടോയൊക്കെ എടുത്ത് അവിടെയൊക്കെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നത് കണ്ടു. വളരെ സന്തോഷവതിയാണ്. അതായത് ഒന്നുകിൽ SFIക്ക് ശാസ്ത്രസംഹാര പൂജ നടത്താൻ പോയി, അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആ പദവിയിൽ നിന്ന് തെറിക്കണേ എന്നുള്ള പൂജ നടത്താൻ പോയി. എന്തോ ഒരു പൂജ നടത്താനുള്ള തയ്യാറെടുപ്പിലേക്കാണ് തഞ്ചാവൂർ ക്ഷേത്രത്തിലേക്ക് പോയത്, ആരും അറിയാതെ. പക്ഷേ ഈ അവതാരകയുടെ കണ്ണിൽപ്പെട്ടു. അവരത് വീഡിയോ ആക്കി. അവര് 2-3 ദിവസമൊന്നും അത് പുറത്ത് വിട്ടില്ല. പിന്നീട് കഴിഞ്ഞ ദിവസമാണ് അത് പുറത്ത് വിട്ടത്. അത് വലിയ രീതിയിൽ ചർച്ചയൊക്കെ ആയി. കാരണം ഈ കുറ്റപത്രം വന്ന ഉടൻ തന്നെ ഏപ്രിൽ 3-ാം തീയതി SFIയുടെ കുറ്റപത്രം വരുന്നു. ഏപ്രിൽ 4-ാം തീയതി വീണ വിജയനെയും അമ്മയെയും തഞ്ചാവൂരിലെ ബൃഹദീശ്വര ക്ഷേത്രത്തിൽ വെച്ച് കാണുന്നു. അവിടെ കാണാനായിട്ട് പോയതല്ല, തൊഴുതിറങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ പിന്നെ അമ്പലത്തിൽ ചെല്ലുമ്പോൾ തൊഴാൻ പോലും മടിക്കുന്ന മന്ത്രിസഭയിലെ ആളുകളുള്ള, മുഖ്യമന്ത്രി ഭരിക്കുന്ന ഒരു എന്താ പറയുക, ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. പിന്നെ ഇപ്പോൾ ജാതി മതമൊന്നുമില്ല, ആർക്കും എവിടെയും പോകാം. അതൊരു ഹൈന്ദവ ആചാരപ്രകാരം ഹൈന്ദവർ വരുന്ന ക്ഷേത്രമൊന്നുമല്ല. അതുകൊണ്ട് ആർക്കും ക്ഷേത്രത്തിൽ വീണ മുഹമ്മദ് റിയാസിനെ തഞ്ചാവൂർ ക്ഷേത്രത്തിൽ വീണ മുഹമ്മദ് റിയാസ് പ്രാർത്ഥിക്കാൻ പോയെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോലില്ല. പക്ഷേ പോയതിന്റെ കാര്യം SFIക്കിട്ടുള്ള പണിയാണോ ആഭ്യന്തരമന്ത്രി അമിത്ഷാക്കിട്ട പണിയാണോ എന്നുള്ളത് ഇനി രണ്ടുപേരുടെയും എന്താ പറയുക അവസ്ഥ എന്തെങ്കിലും മോശം വന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ഇത് മൊത്തം വൈറലായി മാറിയിരിക്കുകയാണ്. വീണയുടെ ഈശ്വരഭക്തി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് എന്നുള്ളത് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം.